ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി എണ്ണയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഈ ഒരു രീതിക്കായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ കടായിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തതും പിന്നെ ഈ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ എരിവുള്ള മുളകാണ്. എരിവില്ലാത്തതാണെങ്കിൽ 2 വരെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊക്കെ ആയിട്ട് ഈ സവാളയുടെയൊക്കെ ഒരു കളർ മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കുക. ഈ ഒരു രീതിക്കായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി, ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണേ. പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചൊവയൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഇതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണേ. ഏകദേശം ഒരു 1/2 കപ്പ് അളവിലുണ്ടാവും കേട്ടോ ഈ ചൂടുവെള്ളം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു ചെറിയൊരു തക്കാളി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊക്കെ ആയിട്ടൊന്ന് വേവിച്ചിട്ട് ഉടച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കണേ. ഈ ഒരു രീതിക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത്, ഇതിപ്പോൾ കുരുമുളക് ചതച്ചതായതുകൊണ്ടാണ് ഇതേപോലെ ഇരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ലേശവും കൂടി ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ മുട്ടയും ഈ ഒരു മസാലയ്ക്ക് ഒന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു മുട്ട റോസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കുകയും അതുകൂടാതെ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.